Good morning. Good morning, Miss. Happy New Year. Happy New Year. അടിച്ചു പൊളിച്ചോ ഇന്നലെ എല്ലാവരും? എങ്ങനെയുണ്ടായിരുന്നു? ഹാപ്പി ന്യൂ ഇയർ ആഘോഷിച്ചോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. പർപ്പസ് വരെയല്ലേ നമ്മൾ എടുത്തത്? പർപ്പസ് ഓർ എയിം അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആരായിരുന്നു ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്? അല്ലെങ്കിൽ പർച്ചേസിംഗ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരുടെ കീഴിലാണ്? ആരുടെ കീഴിലാ? പറഞ്ഞുപോയാ? മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ? IMM പഠിച്ചിട്ടില്ലേ നമ്മള്? ഓർമ്മയില്ല പറഞ്ഞ കാര്യങ്ങള്? 1 മിനിറ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മെറ്റീരിയൽസ് മാനേജറുടെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ആരാണ്? മെറ്റീരിയൽസ് മാനേജർ ആണ്. ഇനി നെക്സ്റ്റ് രണ്ട് തരത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? പർച്ചേസ് ആൻഡ് സെയിൽസ്, സ്റ്റോഴ്സ്. അപ്പോ ഇവിടെ മെറ്റീരിയൽസ് മാനേജറുടെ കീഴില് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചാണ് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അപ്പോ രണ്ട് വിഭാഗങ്ങൾ. ഒരു വിഭാഗം എന്താണ്? പർച്ചേസിംഗ് ഉണ്ട്, ഒരു വിഭാഗം സ്റ്റോഴ്സ് ഉണ്ട്. ക്ലിയർ ആയോ? മെറ്റീരിയൽസ് മാനേജറുടെ കീഴില് രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത്. ഒരു വിഭാഗത്തിനെ പർച്ചേസിംഗും ഒരു വിഭാഗത്തിനെ സ്റ്റോഴ്സിംഗുമാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ആ പർച്ചേസിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. പർച്ചേസ് മാനേജർ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ, പർച്ചേസിംഗില് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? പർച്ചേസ് മാനേജർ ഉണ്ടാവും. അതിന്റെ കീഴിലാണ്, അദ്ദേഹത്തിന് കീഴിലാണ് അസിസ്റ്റന്റ് മാനേജർ ഉള്ളത്. ഇനി അവർക്ക് കീഴിൽ ആരാണ്? പർച്ചേസ് അസിസ്റ്റന്റ്. അപ്പൊ 3 രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പർച്ചേസിംഗ് ആൻഡ് സ്റ്റോഴ്സ് രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. പർച്ചേസിംഗ് വിഭാഗത്തിൽ എങ്ങനെയാണ്? ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് പർച്ചേസ് മാനേജർ ഉണ്ടാവും. അതിന്റെ കീഴില്, അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതാണ് അസിസ്റ്റന്റ് മാനേജർ. അതിന്റെ കീഴിൽ വരുന്നതാണ് പർച്ചേസ് അസിസ്റ്റന്റ്. ഒരു വിഭാഗം കിട്ടിയില്ലേ? പർച്ചേസിംഗ് മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വിഭാഗമാണ് സ്റ്റോർ. ഇനി സ്റ്റോർസ് പൊസിഷനിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തില് ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? പറയാൻ പറ്റോ? പർച്ചേസിംഗില് പർച്ചേസ് മാനേജർ ആയിരുന്നു. അപ്പൊ ഇവിടെ ആരായിരിക്കും? എഴുതി ചേർത്ത് വെച്ചോളൂ കേട്ടോ. അവിടെ കൊടുത്തിട്ടില്ല, ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇവിടെ ആരായിരിക്കും സ്റ്റോഴ്സില്? അറിയാൻ പറ്റോ? സ്റ്റോഴ്സിൽ ആരായിരിക്കും? വെരി ഗുഡ്, സ്റ്റോഴ്സ് മാനേജർ അല്ലെ? പർച്ചേസിംഗിൽ അവിടെ പർച്ചേസ് മാനേജർ ആവുമ്പോൾ സ്റ്റോഴ്സിന്റെ അവിടെ ആരായിരിക്കും? സ്റ്റോഴ്സ് മാനേജർ ഉണ്ടാവും. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ. അദ്ദേഹത്തിന് കീഴിൽ വരുന്നതാണ് സ്റ്റോർ കീപ്പർ. കിട്ടിയോ? ഓർഗനൈസേഷൻ സ്ട്രക്ചർ മനസ്സിലായില്ലേ? മെറ്റീരിയൽസ് മാനേജർ ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് കീഴില് രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നത്. രണ്ട് വിഭാഗങ്ങൾ എന്തൊക്കെയാണ്? പർച്ചേസും ഉണ്ട്, സ്റ്റോഴ്സും ഉണ്ട്.
പർച്ചേസിൽ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് പർച്ചേസ് മാനേജർ ആണ്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് പർച്ചേസ് അസിസ്റ്റന്റ്. സ്റ്റോർസ് വിഭാഗത്തിൽ വരുന്നത് ആരാണ്? സ്റ്റോർസ് മാനേജർ ആണ് ഫസ്റ്റ് ലെവലിൽ വരുന്നത്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ, അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത് ആരാണ്? സ്റ്റോർസ് കീപ്പർ. ഓക്കെ ആണോ? കിട്ടിയോ എല്ലാവർക്കും? ഓർഗനൈസേഷൻ സ്ട്രക്ചർ മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പറയട്ടെ മിസ്? നെക്സ്റ്റ് ആണ് പർച്ചേസിംഗ്. നോക്കിക്കോളൂ. പർച്ചേസിംഗ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് goods and services for the buying entity. Entity എന്താ? Entity എന്ന് പറഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം. ഓക്കെ, അപ്പൊ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് goods and services for the buying entity. ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തിക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു ക്രമീകരിച്ച രീതിയിൽ, അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമീകരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? അറേഞ്ച് ചെയ്ത രീതിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ലഭ്യമാക്കി കൊടുക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ആ ഗുഡ്സ് വാങ്ങുന്ന വ്യക്തിക്കോ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കി കൊടുക്കുന്ന രീതി, അതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. നമ്മള് എന്താണ് ഒരു സാധനം ഓർഡർ ചെയ്യുമ്പോൾ അവര് എത്ര ക്വാണ്ടിറ്റിയില് 10 എണ്ണം ഈ പ്രൊഡക്റ്റ് വേണം, അപ്പൊ നമുക്ക് എന്താണ് അറേഞ്ച് ചെയ്ത് പെട്ടിയിലാക്കിട്ട് തരില്ലേ അവര്, അതിനാണ് എന്ന് പറയുന്നത് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? എന്താണ്? പർച്ചേസിംഗ് ആക്ടിവിറ്റി ആർ required to make sure that required items are acquired in a timely manner and at a reasonable cost. ഈ പർച്ചേസിംഗില് ഒരു ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്താണ്? നമ്മള് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുമ്പോ ആ വാങ്ങുന്ന വ്യക്തിക്ക് ടൈമിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ടൈമിങ്ങില് ഗുഡ്സുകൾ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ എന്താണ് റീസണബിൾ കോസ്റ്റ് അല്ലെ, എന്താണ് സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റിയ രീതിയിലുള്ള റീസണബിൾ ആയിട്ടുള്ള കോസ്റ്റിലുമായിരിക്കണം ആ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? എന്താണ് പർച്ചേസിംഗ് ആസ് പെർ ദ നീഡ്സ് ഓർ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ഹോസ്പിറ്റലില് ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോ, ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനങ്ങൾ അല്ലെ. ഹോസ്പിറ്റലിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോ അതുപോലെ തന്നെ ആവശ്യങ്ങളോ അനുസരിച്ചിട്ടാണ് പർച്ചേസിംഗ് നടത്തുന്നത്. ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ചില പല പല ഐറ്റംസ് ആവശ്യമായിട്ട് വരാം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഓരോ ഗുഡ്സ് ആൻഡ് സർവീസസുകളും പർച്ചേസിംഗ് നടത്തുന്നത്. ഓക്കെ ആണോ? പർച്ചേസിംഗ് മനസ്സിലായോ? എന്തായിരുന്നു പർച്ചേസിംഗ് പറഞ്ഞത്? വാങ്ങുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ എന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനമാണ്. അപ്പൊ ഒരു സ്ഥാപനത്തിനോ ഗുഡ്സ് ആൻഡ് സർവീസസ് ക്രമീകരിച്ച രീതിയിൽ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഈ പർച്ചേസിംഗിൽ ഉറപ്പുവരുത്തേണ്ട കാര്യം എന്താണെന്നാണ് പറയുന്നത്? ടൈമില്, കറക്റ്റ് ടൈമിന് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ റീസണബിൾ കോസ്റ്റുമായിരിക്കണം ആ പ്രൊഡക്റ്റിന് നൽകേണ്ടത്. പിന്നെ എന്താണ്? Purchasing done as per the needs or activities undertaken by the hospital. ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളോ ആവശ്യങ്ങളോ അനുസരിച്ചിട്ടാണ് അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ പർച്ചേസിംഗ് നടത്തുന്നത്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വായിച്ചു നോക്കുക.
പർച്ചേസിംഗ് ഒക്കെയാണോ? വായിച്ചു നോക്കിയോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും പോയിന്റില്? ഓക്കെയാണ്. ഇനി നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി ചെറിയ ചെറിയ പാരഗ്രാഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കാം. To get the right quantity, right price from a right എന്നാക്കണം. അവിടെ റൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് റൈറ്റ് എന്നാക്കുക. Right vendor or source, vendor rating evaluation at the right time, delivery period and at the right place. ഇനി നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? ഓഫ് ഡെലിവറി 16 hours ഓഫ് പർച്ചേസിംഗ്. ആ ബ്രാക്കറ്റ് ഒന്ന് വെട്ടിക്കളയാം. ഓഫ് ഡെലിവറി 16 hours ഓഫ് പർച്ചേസിംഗ്, അതിന്റെ ആ ബ്രാക്കറ്റ് ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. അവിടെ ബ്രാക്കറ്റ് വേണ്ട. ഇനി 16 എന്നുള്ളത് 6 എന്നാണ്, ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. 6 hours ഓഫ് പർച്ചേസിംഗ് എന്നാണ്. നമ്മൾ പഠിച്ചില്ലേ എന്താണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ എന്താണ് പർച്ചേസിംഗിനും 6 hours ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ഏതൊക്കെയാണ് 6 hours ആയിട്ട് വരുന്നത്? റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെഞ്ചർ, റൈറ്റ് ടൈം ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റൈറ്റ് പ്ലേസ്. ഓക്കെയാണോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ പറഞ്ഞതില്? സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ തിരുത്തിയോ? എന്തെങ്കിലും കിട്ടാത്തതുണ്ടോ? ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത് 6 hours ഓഫ് പർച്ചേസിംഗ് ആണ്. 6 hours ഓഫ് പർച്ചേസിംഗ് ഏതൊക്കെയാണ് വരുന്നത്? റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ്, റൈറ്റ് വെഞ്ചർ, അതുപോലെ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. ഇത്രയും പഠിച്ചു വെക്കാം കേട്ടോ. 6 hours ഓഫ് മാർക്കറ്റിംഗ്, 6 hours ഓഫ് പർച്ചേസിംഗ് ക്വസ്റ്റ്യൻസ് വരാം. The other objectives include keeping the constant flow of material and to guarantee higher productivity. Other objective ആയിട്ട് പറയുന്നത് എന്താണ്? To keep the constant flow of materials. അല്ലെ, മെറ്റീരിയൽസിന്റെ നിരന്തരമായ, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരമായ, കണ്ടിന്യൂസ് ഫ്ലോ. അതുപോലെ തന്നെ എന്താണ്? ഗ്യാരണ്ടി, ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി. നല്ല രീതിയിലുള്ള ഒരു ഉൽപാദനക്ഷമത, അല്ലെ, ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. അപ്പൊ അതർ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ്, നിരന്തരമായ മെറ്റീരിയൽസിന്റെ ഫ്ലോയും അതുപോലെ തന്നെ ഉൽപാദനക്ഷമതയും ഗ്യാരണ്ടി, ഉൽപാദനക്ഷമത ഹയർ പ്രൊഡക്ടിവിറ്റിയും ഉറപ്പുവരുത്തുന്നത്. ഇനി കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോ ഹോസ്പിറ്റലാണെങ്കിൽ ഫാർമസി ഉണ്ടാവുള്ളൂ. ഫാർമസിയിൽ എന്താണ് കുറെ മെഡിസിൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ? അപ്പോ തീരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കണം, അല്ലെ? അല്ലെങ്കിൽ പേഷ്യൻസ് വരുമ്പോ അവർക്ക് കൊടുക്കാനായിട്ട് മെഡിസിൻസ് ഉണ്ടാവില്ല. അപ്പൊ എന്താണ് നിരന്തരമായിട്ടുള്ള മെറ്റീരിയൽസ് ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നതനുസരിച്ച്, അല്ലെങ്കിൽ മെഡിസിൻസ് ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതനുസരിച്ചിട്ട് അതവിടെ ഫില്ല് ചെയ്യുക. നിരന്തരമായ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ. ക്ലിയർ ആയോ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, നിരന്തരമായ മെറ്റീരിയൽസിന്റെ ഫ്ലോ. എന്താണ്? നമ്മള് മെഡിസിൻസ് ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് അനുസരിച്ചിട്ട് നമ്മൾ അവിടെ ഫിൽ ചെയ്ത് വെക്കണം. ക്ലിയർ ആയോ? അപ്പൊ അതാണ് അവർ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി. അല്ലെ, അതനുസരിച്ചിട്ട് ആളുകള് വാങ്ങിച്ചു കൊണ്ടുപോകുന്നതനുസരിച്ച് ഫിൽ ചെയ്ത് വെക്കുകയും ആ മെഡിസിൻസിന്റെ നല്ല രീതിയിലുള്ള ഹയർ പ്രൊഡക്ടിവിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇനി എന്താണ്? വെഞ്ചർ ഇവാലുവേഷൻ ഈസ് performed relying on quality and delivery rating. Okay. അപ്പോ വെഞ്ചർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെഞ്ചറിനെ എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? വെഞ്ചർ എന്ന് പറഞ്ഞാൽ ആരാ? വെഞ്ചർ എന്താണ്? കച്ചവടക്കാരനാണ് കേട്ടോ. കച്ചവടക്കാരൻ അല്ലെങ്കിൽ എന്താണ്? വസ്തു വിൽക്കുന്ന ആൾ.
ഓക്കെ, വെഞ്ചർ എന്ന് പറഞ്ഞാല് മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. ടോം എന്താണ് വൈകിയോ കയറാനായിട്ട്? ഓക്കെ ഓക്കെ. വെഞ്ചർ എന്ന് പറഞ്ഞാല് കച്ചവടക്കാരനാണ്, അതുപോലെ അല്ലെങ്കിൽ എന്താണ് വസ്തു വിൽക്കുന്ന ആൾ കൂടിയും പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ കച്ചവടക്കാരനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? He is performed relying on quantity rating and delivery rating. നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് പ്രൊഡക്റ്റുകള് വിൽക്കുകയും അതുപോലെ തന്നെ എന്താണ് കറക്റ്റ് ടൈമിൽ ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അതാണ് നല്ലൊരു വെഞ്ചർ എന്ന് പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞത്? Vendor has to be trustworthy. എന്താണ് trustworthy? Trustworthy എന്താ? എന്താണ് trustworthy എന്ന് പറഞ്ഞാല്? എന്താ മീനിങ്? വിശ്വാസം അല്ലെ, വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് വെഞ്ചർ കച്ചവടക്കാരൻ എന്ന് പറയുന്നത് എന്താണ്? വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആളായിരിക്കണം. പിന്നെന്താണ്? ഹോസ്പിറ്റൽ will have an approved list of materials. ഹോസ്പിറ്റലുകൾക്കാണെങ്കിൽ എന്താണ് കൂടുതൽ നമ്മുടെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ പല പല ഡിപ്പാർട്ട്മെന്റിലും പല പല മെറ്റീരിയൽസ് ആയാലും അതുപോലെ തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അംഗീകൃതമായിട്ടുള്ള അപ്രൂവ്ഡ് നമ്മുടെ എന്താണ് അംഗീകൃതമായിട്ടുള്ള വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും. അത് നോക്കിയിട്ട് അവർ എന്ത് ചെയ്യും? അവർക്ക് അനുയോജ്യമായ വെൻഡേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്ക് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കും. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ വിൽ ഹാവ് ആൻ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ്. ഹോസ്പിറ്റലുകളിലാണ് ഹോസ്പിറ്റലുകളില് അംഗീകൃതമായിട്ടുള്ള വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടാകും. അപ്പോ ആ ലിസ്റ്റ് നോക്കിയിട്ടാണ് വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുകയും അവർക്ക് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ ആ സെന്റൻസ്? ഇനി എന്താണ്? പർച്ചേസിംഗ് ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ. Converts resources into service and it is then issued. എന്താ പറയുന്നത്? പർച്ചേസിംഗ് എന്ന് പറഞ്ഞാല് ബിസിനസ് ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. എന്താണ് പർച്ചേസിംഗിന്റെ ബിസിനസ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് കാരണം? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിലാണെങ്കിൽ പല പല എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നുണ്ട് അല്ലെ. അപ്പോ വാങ്ങിക്കുമ്പോ നമ്മൾ ഒരു വിഷയം പർച്ചേസ് നടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. ഈ സ്ഥാപിച്ചു കഴിയുമ്പോ 1 മിനിറ്റ് മിസ് എടുത്തത് വരെ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. മിസ്സിന് ചുമ വന്നിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നതാണ്. വെള്ളം കുടിക്കട്ടെ കേട്ടാ. ഇത് വരെ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ,
അപ്പൊ പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത് അല്ലെ. എന്താണ് ബിസിനസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്? നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് വാങ്ങി അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ആളുകളിലേക്ക് അത് സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോ എക്സ്റേ മെഷീൻസ് ഒക്കെ നമ്മൾ വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചാൽ മാത്രം പോരല്ലോ, ആളുകൾക്ക് അത് കൊടുക്കണ്ടേ, സർവീസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ബിസിനസ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? പർച്ചേസിങ്ങിനെ ബിസിനസ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നതിന്റെ കാര്യം മനസ്സിലായോ? ഇനി എന്താണ്? പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് കോർഡിനേറ്റ്സ് with the finance department in event of bulk purchase. ഇനി പർച്ചേസിംഗിനെ ബിസിനസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ എന്താണ് സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് കൂടിയും പറയുന്നുണ്ട്. കാരണം എന്താണ് സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയാനായിട്ട്? നമ്മളിപ്പോ ഒരു ഐറ്റംസ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വാങ്ങിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നമ്മൾ ബൾക്കായിട്ടല്ലേ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കയ്യിൽ വേണം? നമ്മുടെ ഫിനാൻസ് കയ്യിൽ വേണ്ടേ? അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിട്ടാണ് ഓരോ സാധനങ്ങളും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് പർച്ചേസിംഗിനെ സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ബിസിനസ് ഫംഗ്ഷനും സ്പെൻഡിങ് ഫംഗ്ഷനും മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ്? പർച്ചേസിംഗ് ഈസ് എ വിഗോറിയസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി. വിഗോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കരുത്തുള്ള ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റി എന്നും കൂടി പറയുന്നുണ്ട്. എന്താ കാരണം? ആസ് വി റിക്വയർ പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽസ്, pricing forecasting, demand forecasting, organizing, coordination, able administration and timely decisions. അല്ലെ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും പല പല മെറ്റീരിയൽസ് ആവശ്യമാണ്. അതിന്റെ പ്ലാനിങ്, അതിന്റെ ഫോർകാസ്റ്റിംഗ് നടത്തുന്നുണ്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ ടൈമിൽ ഡിസിഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് ഒരു കരുത്തുള്ള മാനേജ്മെന്റ് ആക്ടിവിറ്റി എന്നും കൂടി പർച്ചേസിംഗിനെ പറയുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി എന്താണ്? പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽ vary according to the size and activity of the hospital. ഇപ്പോ ഹോസ്പിറ്റലിൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ സൈസ് ചിലപ്പോൾ എന്താണ്? അത് കുഞ്ഞു ഹോസ്പിറ്റൽ ആവാം, ചെറിയ ഹോസ്പിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു വലുതായിട്ടുള്ള നല്ല രീതിയിലൊരു നല്ല എന്താ ലാർജ് ഹോസ്പിറ്റൽ ആവാം. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ സൈസും അവിടെയുള്ള ആക്ടിവിറ്റീസും അതനുസരിച്ചിട്ടായിരിക്കും അവിടെ എന്ത് നടക്കുന്നത്? പർച്ചേസിങ് നടക്കുന്നത്. ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ ചെറിയ രീതിയിൽ പർച്ചേസിങ് നടത്താൻ മതി. അതുപോലെ തന്നെ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? വലിയ രീതിയിൽ പർച്ചേസിങ് നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിന്റെ സൈസും ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും അനുസരിച്ചിട്ടാണ് അവിടെ പർച്ചേസിങ് നടക്കുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ ഒബ്ജക്റ്റീവ്സ് വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്താണ് ബൾക്ക് പർച്ചേസ് പറഞ്ഞതിന്റെ കാര്യമോ? പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിങ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്?
നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബൾക്കായിട്ടല്ലേ പർച്ചേസ് ചെയ്യാറ്. ഇത് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ടാണോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? എങ്ങനെയാ വാങ്ങിക്കുന്നത് അവര്? എങ്ങനെയാ വാങ്ങിക്കുക? ബൾക്കായിട്ടല്ലേ ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കി മനസ്സിലാക്കി പ്ലാൻസ് ചെയ്ത് അവർ ബൾക്കായിട്ടാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ അവരുടെ കയ്യിൽ എന്ത് വേണം? കൊടുക്കാൻ പൈസ വേണ്ടേ? അപ്പൊ അവിടെയുള്ള ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ടാണ് അവര് എന്ത് നടത്തുന്നത്? പർച്ചേസിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? ഇനി ഡൗട്ട് വല്ലതും ഉണ്ടോ അതിനകത്ത് ഒബ്ജക്റ്റീവ്സില്? ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ. 3 types of purchase in hospital. 3 രീതിയിൽ നമുക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം. ഏതൊക്കെ രീതിയിലാണ്? ഫസ്റ്റ് വൺ ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. 3 രീതിയിലാണ് മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ പർച്ചേസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ലോക്കൽ പർച്ചേസ് ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് ഫ്രം സപ്ലയർ ഉണ്ട്, ഇമ്പോർട്ട് പർച്ചേസ് ഉണ്ട്. ഇനി ലോക്കൽ പർച്ചേസ്. ലോക്കൽ പർച്ചേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ലോക്കൽ ആയിട്ട് പർച്ചേസ് ചെയ്യുക. എന്താണ് ലോക്കൽ ആയിട്ട് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാല്? ഐഡിയ കിട്ടുന്നുണ്ടോ? ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാല് സാധാരണയായിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെ. ഇപ്പോ എന്താണ് നമുക്ക് നോക്കാം. ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് which are locally produced rather than those produced in a distant place. എന്താ പറയുന്നത്? ഇപ്പോ നമ്മുടെ വീട്ടില് എക്സാമ്പിൾ പറയാട്ടോ. നമ്മുടെ വീട്ടിലിപ്പോ ഒരു മാസത്തേക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ ഇപ്പോ ഒരു കറി വെക്കാൻ പോണേ. കറി വെച്ച് കഴിയുമ്പോ അല്ലെങ്കിൽ കറി വെക്കുമ്പോ ഉള്ളിലേക്ക് നമ്മള് തിളയ്ക്കാനായിട്ട് വെക്കില്ലേ പാത്രത്തില്, ചട്ടിയിൽ വെച്ചു. അപ്പൊ നമ്മൾ നോക്കുമ്പോ എന്താണ്? വെളിച്ചെണ്ണയില്ല. വെളിച്ചെണ്ണ ഇല്ലാണ്ടാവുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ സാധാരണയായിട്ട് പോണ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കോ, അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കോ. എന്താ ചെയ്യാ? വെളിച്ചെണ്ണ തീർന്നു പോയാല് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ കറി ഉണ്ടാക്കണം. അപ്പൊ എന്ത് ചെയ്യും? അടുത്തുള്ള ഷോപ്പിൽ പോയിട്ടില്ലേ നമ്മൾ വാങ്ങിക്കാം. അത് തന്നെയാണ് ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാല്. ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദൂര അല്ലെങ്കിൽ ദൂരെയുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കാതെ നമ്മുടെ വീടിനടുത്തുള്ള കടയിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അതാണ് ലോക്കൽ പർച്ചേസ്. മനസ്സിലായോ? ലോക്കൽ പർച്ചേസ് പ്രിഫറൻസ് അല്ലെ. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻഗണന കൊടുക്കുന്നത് എവിടെയാണ്? ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മള് അടുത്തുള്ള കടകളിൽ നിന്നാണ് പോയി വാങ്ങിക്കുന്നത്. അവിടെയാണ് അല്ലെങ്കിൽ ആ കടയ്ക്കാണ് നമ്മൾ പ്രിഫറൻസ് മുൻഗണന കൊടുക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്നും പോയി സാധനങ്ങൾ വാങ്ങിക്കാതെ അടുത്തുള്ള പ്രദേശത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിക്കുന്നു. അതാണ് ലോക്കൽ പർച്ചേസ്. മനസ്സിലായോ? ഇനി എന്താണ്? പർച്ചേസ് ഫ്രം സപ്ലയർ അല്ലെ. നമ്മള് വിതരണക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നു. രണ്ടാമത്തെ ടൈപ്പാണ് പറഞ്ഞത്. എന്താണ്? പർച്ചേസ് ഫ്രം സപ്ലയർ, വിതരണക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ. When the purchase order is required by your supplier, it forms a valid agreement between the customer and your supplier. എന്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്? സപ്ലയർക്ക് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കില്ലേ? വിതരണക്കാരന് ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പർച്ചേസിംഗ് ഓർഡർ ആർക്കാണ് കൊടുക്കുന്നത്?
ആർക്കാ കൊടുക്കാം? വിതരണക്കാരന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നുണ്ട് അല്ലെ? ആരൊക്കെ തമ്മിലാണ് ഒരു എഗ്രിമെന്റ് ഉണ്ടാവുന്നത്? വാലിഡ് എഗ്രിമെന്റ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഓർമ്മയുണ്ടോ അത് വല്ലതും? ഒരു ലീഗൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആർക്കാണല്ലേ ഓർമ്മ? വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആരൊക്കെ തമ്മിലാണ് ഒരു എഗ്രിമെന്റ് ഉള്ളത് പർച്ചേസിങ് നടത്തുമ്പോ? രണ്ട് വ്യക്തികൾക്കാണ് അല്ലെ? രണ്ട് വ്യക്തികൾ ആരായിരിക്കും? പർച്ചേസറും പ്രൊഡ്യൂസറും അതുപോലെ തന്നെ കൺസ്യൂമറും. അവർ തമ്മിലുള്ള ലീഗൽ എഗ്രിമെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താണ്? ടു ഡിസ്ട്രിബ്യൂട്ട് പ്രൊഡക്ട്സ് ഓർ പ്രൊവൈഡ് ദി സർവീസ് അല്ലെ? എന്ത് ചെയ്യുന്നുണ്ട്? വിതരണക്കാരൻ ഗുഡ്സുകള് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓൺ ടൈം ആൻഡ് അറ്റ് എ പ്രൈസ് എന്നാണ് കേട്ടോ. അവിടെ സെറ്റ് എന്നുള്ളത് സി ആക്കാം. എഗ്രീഡ് പ്രൈസിലും കറക്റ്റ് ടൈമിലും എത്തിച്ചു കൊടുക്കുന്നു. ഇനി എന്താണ്? when you accept the invoice from your supplier, you can go together with it to the order and post it to your account. So hospital എങ്ങനെയാണ്? വിതരണക്കാരൻ വരും, സാധനങ്ങള് എത്തിച്ചിട്ട് നമുക്ക് എന്ത് തരാറുണ്ട്? ഇൻവോയ്സ് ബില്ല് തരാറുണ്ട് അല്ലെ? ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവോയ്സ് ബില്ല് അറിയോ? ഇൻവോയ്സ് ബില്ല് എന്താണെന്നുള്ളത്? ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതുപോലെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, പ്രൊഡക്ട്സിന്റെ കാര്യങ്ങൾ, ക്വാണ്ടിറ്റി, പ്രൈസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ് ഇൻവോയ്സ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ ഇൻവോയ്സ് ബില്ല് സപ്ലയർ ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ഓർഡർ ചെക്ക് ചെയ്യും അല്ലെ? ഇന്ന സാധനം ഇന്ന ക്വാണ്ടിറ്റിയിൽ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അത്രയ്ക്ക് 10 എണ്ണം ഉണ്ടോ അല്ലെങ്കിൽ 8 എണ്ണം ഉണ്ടോ എന്നിങ്ങനെ ചെക്ക് ചെയ്യും. അങ്ങനെ ഓർഡർ ഒക്കെ ചെക്ക് ചെയ്ത് ലാസ്റ്റ് കറക്റ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് ഇറ്റ് ടു യുവർ അക്കൗണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തില് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യും? എൻറ്റർ ചെയ്യും, രേഖപ്പെടുത്തി വെക്കും. ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ഫ്രം സപ്ലയർ അതിൽ പറഞ്ഞത് കേട്ടോ. എന്താ പറഞ്ഞത്? സപ്ലയർ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ട് വെക്കുന്നത്, അപ്പൊ അവര് സപ്ലയേഴ്സിന് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ഈ പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാകുന്നുണ്ട്, വാലിഡ് എഗ്രിമെന്റ്. കസ്റ്റമറും സപ്ലയറും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അതനുസരിച്ച് പർച്ചേസ് ഓർഡർ കൊടുത്ത പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോയ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോ പർച്ചേസ് ഓർഡർ കൊടുത്ത പ്രകാരം സാധനങ്ങള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. കറക്റ്റ് ടൈമിലും കറക്റ്റ് എഗ്രി ചെയ്ത പ്രൈസിലുമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ സപ്ലയർ എന്ത് ചെയ്യും? ഇൻവോയ്സ് ബില്ല് കൊടുക്കും അല്ലെ? ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാല് ഡീറ്റെയിൽഡ് ബില്ല്, എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഡീറ്റെയിൽഡ് ബില്ലാണ് ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. ഈ ഇൻവോയ്സ് ബില്ലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? പ്രൊഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും, ക്വാണ്ടിറ്റി, പ്രൈസ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽസ്, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ബില്ലാണ് ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. ഇൻവോയ്സ് ബില്ല് കൊടുത്തിട്ട് അവർ ചെക്ക് ചെയ്യും, ഹോസ്പിറ്റലുകാർ ചെക്ക് ചെയ്യും. ഞങ്ങൾ പറഞ്ഞ ഓർഡർ പ്രകാരമാണോ ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അങ്ങനെ ഓർഡർ ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ അവരുടെ അവരുടെ അക്കൗണ്ടിൽ അത് രേഖപ്പെടുത്തും. ഓക്കെ, മനസ്സിലായോ? ഇനി എന്താണ് ഇമ്പോർട്ട് പർച്ചേസ് അല്ലെ? ഇമ്പോർട്ട് പർച്ചേസ് എന്താ? ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പോർട്ട് ഇമ്പോർട്ട് പർച്ചേസ് എന്താ? ഇമ്പോർട്ട് എന്താ? ഇറക്കുമതി അല്ലെ?
ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രീസിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് 3 ടൈപ്പ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? ലോക്കൽ പർച്ചേസ് ഉണ്ട്, നമ്മുടെ വീടിനടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിക്കുന്നു. അതുപോലെ എന്താണ്? പർച്ചേസ് ഫ്രം സപ്ലയർ, സപ്ലയറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും അവർ തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇൻവോയ്സ് ബില്ല് കൊടുക്കും. ആ ഇൻവോയ്സ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് ബില്ലാണ്. ആ ഇൻവോയ്സ് ബില്ലിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. പറഞ്ഞിരിക്കുന്ന പ്രകാരമാണോ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ അവരുടെ അക്കൗണ്ട് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും? അത് റെക്കോർഡ് ചെയ്ത് വെക്കും. ഇനി ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ കൺട്രീസിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 3 കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് വായിക്കട്ടോ. ഓക്കെ ആണോ? കാര്യങ്ങൾ വായിച്ചു നോക്കിയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഇനി നോക്കിയേ. ഇൻ പർച്ചേസിംഗ് the starting point is the recognition of the need for a material on a product. Vendor or source selection has 4 stages. അപ്പോ ഒരു പർച്ചേസിംഗ് നടത്തുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസിംഗ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നത് എന്താണ്? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും എന്നുള്ളത് തിരിച്ചറിയുക. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാല് തിരിച്ചറിയുക. അപ്പൊ എന്താണ്? പർച്ചേസിംഗ് നടത്തുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നു. അതിനായിട്ട് 4 സ്റ്റേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? സർവേ സ്റ്റേജ് ഉണ്ട്, എൻക്വയറി സ്റ്റേജ് ഉണ്ട്, നെഗോഷിയേഷൻ സ്റ്റേജ് ഉണ്ട്, ലാസ്റ്റ് വൺ ഈസ് എക്സ്പീരിയൻസ് സ്റ്റേജ്. ഫസ്റ്റ് വൺ എന്താണ്? സർവേ സ്റ്റേജ്. സർവേ എന്ന് പറഞ്ഞാൽ എന്താ? സർവേ സർവേ അത് സർവൈവ് അല്ലേ? അതിജീവനാണ്. സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളോട് സർവേ ചെയ്യാം, ചോദിച്ച് മനസ്സിലാക്കാം അല്ലെ?
സർവേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ് സർവേ സ്റ്റേജ്. ഓക്കെ, അന്വേഷിക്കുക. ഓക്കെ, സർവേ നടത്താം. സർവേ ചെയ്യാനൊക്കെ ആളുകൾ വരാറില്ലേ വീട്ടില്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ആശാവർക്കർമാരൊക്കെ വീട്ടിൽ വരാറില്ലേ, കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സർവേ സ്റ്റേജിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു നൈറ്റി കച്ചവടം തുടങ്ങാൻ പറയും. അപ്പൊ എനിക്ക് എന്താണ് ആവശ്യമായിട്ട് വരുന്നത്? മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ? നൈറ്റി തുണി വാങ്ങിക്കണം, അത് സ്റ്റിച്ച് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കണം. അപ്പോ എനിക്ക് എന്താണ് മെറ്റീരിയൽസ് ആവശ്യമാണ്. നൈറ്റി തുണി ബിസിനസ് നൈറ്റി കച്ചവടം തുടങ്ങാൻ പോകുമ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ? ഞാൻ എന്ത് ചെയ്യും? ബൾക്കായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഹോൾസെയിൽ കടയിൽ പോയിട്ട് ഞാൻ ചോദിക്കും, എനിക്ക് തരുമോ? പിന്നെ മെറ്റീരിയൽ ഇത്രയും ക്വാണ്ടിറ്റി തരുമോ എന്ന് ഞാൻ ചോദിക്കുന്ന ആൾക്കാരോ. എന്താണ് അവിടെ സർവേ നടത്തുന്നതല്ലേ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ആളുകളോട് ചോദിക്കുമ്പോൾ ചില ആളുകൾ സമ്മതിക്കും, ചില ആൾക്കാർ എന്ത് ചെയ്യും? തരില്ല എന്ന് പറയും അല്ലെ? അങ്ങനെ തരാന്ന് പറഞ്ഞ ആളുകൾ, തരാന്ന് പറഞ്ഞ എത്ര ആളുകളുണ്ടോ അത്രയും. ഇപ്പൊ 3 പേരാണ്, 5 പേരോട് ഞാൻ ചോദിച്ചു, 3 പേരാണ് എനിക്ക് തരാന്ന് പറഞ്ഞത്. അപ്പൊ 3 പേരെ ഞാൻ സെലക്ട് ചെയ്തു. അതാണ് സർവീസ് സ്റ്റേജ്. മനസ്സിലായോ? തുണി കച്ചവടം അല്ലെ, നൈറ്റി കച്ചവടം തുടങ്ങാൻ പോകുന്നതിന് അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ വേണം. നൈറ്റി തുണി വേണം എനിക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഹോൾസെയിൽ കടയിൽ പോയിട്ട് ചോദിക്കുന്നു, എനിക്ക് തരുമോ? ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇത്ര പ്രൈസിൽ തരുമോ എന്ന് ഞാൻ ചോദിക്കണേ. അല്ലെങ്കിൽ നൈറ്റി കച്ചവടം തുടങ്ങാൻ പോകുന്നതിന് എനിക്ക് തുണി തരുമോ ചോദിക്കുമ്പോൾ ഞാൻ സർവേ നടത്തണേയല്ലേ ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പൊ 5 കടയിൽ കയറി ചോദിച്ചപ്പോ 3 കടയിലുള്ള ആൾക്കാരാണ് എനിക്ക് സമ്മതം തന്നത്. അപ്പോ അതാണ് സർവേ സ്റ്റേജ്. മനസ്സിലായോ? അങ്ങനെ 3 ആളുകളെ ഞാൻ സെലക്ട് ചെയ്തു. കിട്ടിയോ? അത്രയും. ഇതാണ് സർവേ സ്റ്റേജ്. ഇനി എന്താണ്? നെക്സ്റ്റ് ആണ് എൻക്വയറി സ്റ്റേജ്. എൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷണം അല്ലെ? ഞാൻ ചോദിക്കുന്നുണ്ട്, നൈറ്റി തുണി തരാന്ന് പറഞ്ഞു, ഇനി ഇത്ര ക്വാണ്ടിറ്റിയില്, ഇത്ര പ്രൈസില്, ഇത്ര ക്വാളിറ്റി ഉള്ള തുണി വേണം എനിക്ക് തരാനായിട്ട്, അത് തരുമോന്ന് ചോദിക്കണേന്. അതാണ് അന്വേഷണം. ഇത്ര ക്വാണ്ടിറ്റിയിൽ തരണം, ഇത്ര ക്വാണ്ടിറ്റിയിൽ തരണം, ഇത്ര പ്രൈസിൽ തരണം, തരാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണമാണ് അവിടെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം 2-3 പേരോട്, ഞാൻ സെലക്ട് ചെയ്ത ആളുകളോട് അങ്ങനെ ചോദിക്കണേ, അന്വേഷിക്കണേ. അതാണ് എൻക്വയറി സ്റ്റേജ്. മനസ്സിലായോ? 2 സ്റ്റേജ് മനസ്സിലായോ? സർവേ എന്താണ്? തുണി തരോ എന്നുള്ളൊരു സർവേ നടത്തുന്നു. അപ്പൊ 5 ആളുകളോട് ചോദിച്ചു, 3 പേര് എനിക്ക് സമ്മതം തന്നു. അതാണ് സർവേ സ്റ്റേജ്. ഇനി അവരോട് ഇത്ര ക്വാണ്ടിറ്റിയിൽ, ഇത്ര പ്രൈസിൽ തരുമോ എന്ന് ചോദിക്കുന്നതാണ് എന്ത്? എൻക്വയറി സ്റ്റേജ്. ഓക്കെയാണോ? 2 സ്റ്റേജും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി എന്താണ്? 3ാമത്തെ സ്റ്റേജ് ആണ് നെഗോഷിയേഷൻ. 2 സ്റ്റേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആൻസർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ ആണോ? ഓക്കെ. ഇനി നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗോഷിയേഷൻ എന്താ? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല് ചർച്ച നടത്തുന്ന സ്റ്റേജ് ആണ് 3rd സ്റ്റേജ് ആയിട്ട് വരുന്നത്. The term of quantity, quality, lead time, etc. ഇനി എന്താണ്? ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലീഡ് ടൈം എന്ന് പറഞ്ഞാല് the time between ordering the material എന്നാക്കണം കേട്ടോ അവിടെ. Ordering the material. സ്പെല്ലിംഗ് എറർ ഉണ്ട്. Lead time means the time between ordering the material and getting it to the department. ഡിപ്പാർട്ട്മെന്റിന്റെ ചെറിയ രീതിയിലാണോ, ചെറിയ ഫോമിലാണോ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ലീഡ് ടൈം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്ത് അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ആ ടൈം ഉണ്ടല്ലോ, അതിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഓർഡർ ചെയ്ത് നമ്മളൊരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് അത് നമ്മുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ടൈം, അതിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ലീഡ് ടൈം, അതുപോലെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി എന്നിവയെ കുറിച്ചിട്ട് അവരുമായിട്ട് ചർച്ച നടത്തുന്നു. ഇനി
നമ്മള് ഇങ്ങനെ 3 കാര്യങ്ങളെ കുറിച്ചും ചർച്ച നടത്തി. അവര് ഏതെങ്കിലും ഒരാൾ എന്ന് പറയുന്നു, ഇന്ന റേറ്റിൽ പറഞ്ഞിരിക്കുന്ന റേറ്റിൽ പറഞ്ഞ റേറ്റിൽ ഞാൻ തരാം എന്ന് പറയുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അയാളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് 3 പേരുമായിട്ട് ചർച്ച നടത്തും. എന്നിട്ട് നമുക്ക് യോജിച്ച ഒരാളെ എന്ത് ചെയ്യുന്നു, അതിനകത്ത് സെലക്ട് ചെയ്യുന്നു. അയാൾക്ക് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ ആണോ? നെഗോഷിയേഷൻ സ്റ്റേജ് മനസ്സിലായോ? 3 സ്റ്റേജും. നെഗോഷിയേഷൻ സ്റ്റേജിൽ എന്താ പറഞ്ഞത്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഈ ടൈമിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, 3 പേരോടും ചർച്ച നടത്തുന്നു. അതിനകത്ത് ഒരാൾ പറയുകയാണ്, ഓക്കെ സമ്മതിച്ചു, ഇന്ന റേറ്റില് ഇന്ന ക്വാണ്ടിറ്റിയിൽ ഇന്ന പ്രൈസിൽ ഞാൻ തരാം എന്ന് സമ്മതിക്കണേ. അപ്പൊ നമ്മൾ അയാളെ സെലക്ട് ചെയ്തുകൊണ്ട് അയാൾക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തു. അതാണ് നെഗോഷിയേഷൻ സ്റ്റേജ്, ചർച്ച നടത്തുന്ന സ്റ്റേജ്. ഓക്കെ, ഇനി എന്താണ് എക്സ്പീരിയൻസ് സ്റ്റേജ് അല്ലെ? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അനുഭവം അല്ലെ? അയാളെ സംബന്ധിച്ചു നമുക്ക് തരാന്ന് പറഞ്ഞു, നല്ലൊരു അനുഭവം അല്ലേ കിട്ടിയത് അല്ലെ? പരിശീലനം, എക്സ്പീരിയൻസ്, അനുഭവം. ഇവിടെ അനുഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നമുക്ക് തരാന്ന് പറഞ്ഞു, നമുക്ക് എന്താണ് ബിസിനസ് തുടങ്ങാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാൻ പറ്റുന്നുണ്ട്. മെറ്റീരിയൽസ് കിട്ടി, ബിസിനസ് തുടങ്ങാനായിട്ട് ആരംഭിക്കാൻ പോകുന്നു. അപ്പൊ നല്ലൊരു രീതിയിലുള്ള അനുഭവം നമുക്ക് കിട്ടുന്നത് ഇതിലൂടെ. അതാണ് എക്സ്പീരിയൻസ് സ്റ്റേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെതായിട്ടുള്ള സ്റ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? സർവേ സ്റ്റേജ് ഉണ്ട്, എൻക്വയറി സ്റ്റേജ് ഉണ്ട്, നെഗോഷിയേഷൻ സ്റ്റേജ് ഉണ്ട്, എക്സ്പീരിയൻസ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ ആണോ? ഏതെങ്കിലും സ്റ്റേജ് ഡൗട്ട് ഉണ്ടോ? സർവേ സ്റ്റേജ് എന്താ പറഞ്ഞത്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേന് അതിന് വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽസ് വേണം അല്ലെ? ആ മെറ്റീരിയൽസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളോട് ചോദിക്കും, ഇന്ന റേറ്റിന് തരോ, അല്ലെങ്കിൽ മെറ്റീരിയൽ എനിക്ക് തരോ എന്ന് 5 കടകളിൽ കയറി ചോദിക്കുമ്പോൾ 3 പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തരാന്ന് പറഞ്ഞ സമ്മതിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, 3 പേരെയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതാണ് സർവേ സ്റ്റേജ്. ഇനി അവരുമായിട്ടൊരു അന്വേഷണം അല്ലെ, എൻക്വയറി നടത്തുന്നുണ്ട്. എൻക്വയറിയിൽ എന്തൊക്കെയാ പറയുന്നത്, ഇത്ര ക്വാളിറ്റിയിൽ ഇത്ര പ്രൈസിൽ ഇന്ന ക്വാണ്ടിറ്റിയിൽ തരുമോ എന്ന് ചോദിക്കുന്നതിന് അന്വേഷണം നടത്തുന്നില്ല. അപ്പൊ അവര് സമ്മതിക്കുന്നു. അതാണ് എൻക്വയറി സ്റ്റേജ്. ഇനി നെഗോഷിയേഷൻ സ്റ്റേജിൽ എന്താണ്, അവരുമായിട്ടൊരു ചർച്ച വെക്കണേന് 3 പേരെ സെലക്ട് ചെയ്തു. ആ 3 പേരുമായിട്ട് ചർച്ച നടത്തുമ്പോൾ അതിനകത്ത് ഒരാൾ പറയുന്നതിന് താങ്കൾ പറഞ്ഞ റേറ്റിന്, താങ്കൾ പറഞ്ഞ ക്വാളിറ്റിയിൽ, താങ്കൾ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഞാൻ തരാം, സാധനം തരാന്ന് പറയുമ്പോൾ എന്താണ്, അയാളെ നമ്മൾ സെലക്ട് ചെയ്തു, അയാൾക്ക് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്, അതിൽ നിന്ന് കിട്ടിയത്. അതാണ് എക്സ്പീരിയൻസ് സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, മനസ്സിലായോ? 4 സ്റ്റേജും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നോക്കിയേ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ്, ഇവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട് കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹാവ് ഡ്യൂട്ടി എന്നാക്കണം കേട്ടോ. ഡ്യൂട്ടിഫുൾ എന്നുള്ളത് കിട്ടിയിട്ട് ഹാവ് ഡ്യൂട്ടി, have duty to spend money judicially, objectively, honestly and effectively. എന്താണ് സ്പെൻഡ് മണി എന്ന് പറഞ്ഞാൽ അറിയാലോ, പണം വിനിയോഗിക്കൽ. അതുപോലെ ജുഡീഷ്യലി എന്ന് പറഞ്ഞാൽ എന്താണ്, ജുഡീഷ്യലി മീൻസ് വിവേകപൂർണമായി. അതുപോലെ ഒബ്ജക്റ്റീവ്ലി എന്താ, ഒബ്ജക്റ്റീവ്ലി വസ്തുനിഷ്ഠമായി. ഹോണസ്റ്റ്ലി എന്താ, ഹോണസ്റ്റ് എന്തായിരിക്കും അറിയാൻ പറ്റുമല്ലോ. ഹോണസ്റ്റ്ലി സത്യസന്ധമായി. വെരി ഗുഡ്, സത്യസന്ധമായി. ഇഫക്റ്റീവ്ലി പറയാൻ പറ്റും, എന്തായിരുന്നു,
കാര്യക്ഷമമായി അല്ലെങ്കിൽ ഫലപ്രദമായ. ഓക്കെ, അപ്പൊ എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ അല്ലെ, നല്ല രീതിയിൽ പണം വിനിയോഗിക്കുക. എങ്ങനെയെല്ലാം പണം വിനിയോഗിക്കാൻ പറ്റും? വിവേകപൂർണമായും വസ്തുനിഷ്ഠമായും സത്യസന്ധമായും ഫലപ്രദമായിട്ടും പണം വിനിയോഗിക്കുക എന്ന ഡ്യൂട്ടിയാണ് ആരുടേത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റേത്. ഓക്കെ ആണോ? സ്പെൻഡിങ് മണി അല്ലെ, പണം വിനിയോഗിക്കൽ എങ്ങനെയൊക്കെ എങ്ങനെ രീതിയിൽ, ഏതൊക്കെ രീതിയിലാണ് പണം വിനിയോഗിക്കാൻ പറ്റുന്നത്? വിവേകപൂർണമായിട്ട്, അതുപോലെ വസ്തുനിഷ്ഠമായും സത്യസന്ധമായും ഫലപ്രദമായിട്ടും വേണം പണം വിനിയോഗിക്കാൻ. ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇനി വല്ല ഇതിൽ കിട്ടാത്തതുണ്ടോ? വേർഡ്സ് ഓക്കെ ആണോ? ഇത്രയും വരെ ഇങ്ങനെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്ര വരെ ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.